നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം അതായത് മട്ട്ലേ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. നമ്മൾ കുറ്റ്യാടിച്ചുരം, ഇതാ ഇവിടുന്ന് ആ വണ്ടി പോകുന്നിടത്ത് കുറ്റ്യാടിച്ചുരം സ്റ്റാർട്ട് ചെയ്യാട്ടോ. 1 കിലോമീറ്റർ. അതായത് കുറ്റ്യാടിച്ചുരം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. മാനന്തവാടിക്ക് ഇവിടുന്ന് ഒരു 23 കിലോമീറ്റർ ഉണ്ടാവും. കുറ്റ്യാടിക്ക് അത്ര ഉണ്ടാവില്ല. കുറ്റ്യാടിക്ക് 19 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോ കുറ്റ്യാടി ആ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് വളരെ അടുത്താണ്. വയനാട് ജില്ലയാണ്, കോഴിക്കോട് ജില്ലയല്ല. ഇവിടെ ലാൻഡ് മുറിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 10 ഏക്കർ ലാൻഡ് ഉണ്ട്. ഒരുപാട് പീസ് അതിൽ പോയിട്ടുണ്ട്. നല്ല വ്യൂ ഒക്കെ ഉള്ള ലാൻഡാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ലാൻഡിലോട്ട് ഇവിടെ നിന്നാണ് തിരിയുക. ഈ ഒരു കോൺക്രീറ്റ് റോഡ് കയറിയിട്ടാണ് നമ്മൾ ലാൻഡിലേക്ക് എത്തുക. ഇത് നേരെ നമ്മളെ ലാൻഡിലോട്ടുള്ള വഴിയാണ്. ഇതിന് ഹൈവേ ഫ്രണ്ടേജ് മുതൽ ബാക്ക് വരെ ഉണ്ട് കേട്ടോ ലാൻഡിന്. നമുക്ക് ആ ബാക്കിലുള്ള പീസ് ആദ്യം കാണാം. ഇതാണ് അങ്ങോട്ട് കയറുന്ന വഴി കേട്ടോ. ഈ വഴി എന്ന് പറഞ്ഞാൽ നല്ല വീതിയുള്ള വഴിയാണ്. വഴി ഇനിയും വീതി കൂടും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൺ റോഡ് വെട്ടിയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടുന്ന് ഇങ്ങോട്ട് ലാൻഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതില് ഈ ഭാഗത്തുള്ള കുറെ പീസ് പോയിട്ടുണ്ട്. ഞാൻ ലാൻഡ് മൊത്തത്തിൽ കാണിക്കാം. അപ്പം താല്പര്യമുള്ള ആൾക്കാർ വിളിക്കാം. അതിനനുസരിച്ച് ഞാൻ പോയതും പോവാത്തതുമായ പീസുകൾ ഞാൻ പറയാം. ഫുള്ള് കോൺക്രീറ്റ് ചെയ്യും കേട്ടോ റോഡ്. ഭയങ്കര വ്യൂ ഉള്ള ഒരു ലാൻഡാണ്. പിന്നെ ഹൈവേ സൈഡ് ആയതുകൊണ്ട് അത്യാവശ്യം വിലയുണ്ട്. ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് എടുത്തുതരാം. അതായത് ഞാനിപ്പോൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയ ഈ ഒരു മൺ റോഡ് ഉണ്ടല്ലോ, ഈ ഒരു മൺ റോഡ് ഇത് അവിടം വരെ പോയിട്ട് അവിടെ എൻഡ് ചെയ്യാണ്. അതേമാതിരി ഇവിടം വരെ പോയിട്ട് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു ഏതാണ്ട് ഒരു 2 ഏക്കറോളം ലാൻഡ് വരുന്നുണ്ട്. ഈ റോഡിൻ്റെ ചുറ്റുമായിട്ട് 2 ഏക്കറോളം ലാൻഡ് വരുന്നുണ്ട്. ഇത് 10 സെൻറ്റ് മുതൽ കൊടുക്കൂട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾ കാണുന്നുണ്ടാവും. ഫുള്ള് കോടയാണ്, നല്ല വ്യൂ ആട്ടോ. ഇപ്പോൾ കോട ഉള്ളതുകൊണ്ട് എത്രത്തോളം വ്യൂ ഉണ്ടെന്ന് എനിക്കറിയില്ല. കോട ഇറങ്ങി തുടങ്ങി. കുറച്ച് നേരം കൂടെ ഇവിടെ നിന്നാൽ നമ്മൾ ഫുള്ള് കോടയിലാവും. പിന്നെ ഇത് നമ്മൾ കയറിയ മെയിൻ റോഡ് ഏതാണ്ടൊരു 100 മീറ്ററിൻ്റെ അടുത്ത് മെയിൻ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. അതായത് ഇത് പഴയൊരു ക്രഷറായിരുന്നു. ഇത് കംപ്ലീറ്റ് ഇതിൽ ഉള്ളതാട്ടോ, നമ്മളെ ലാൻഡിലുള്ളതാണ്. ഈ 10 ഏക്കറിൽ ഉള്ളതാണ്. ഈ റോഡിൻ്റെ കോൺക്രീറ്റ് റോഡിൻ്റെ വലതു സൈഡും ഉണ്ട്, ഇടതു സൈഡും വരുന്നുണ്ട്. നല്ല നിരപ്പുള്ള ഏരിയ ഉണ്ട്, കുറച്ച് ചെരിവുള്ള ഏരിയ ഉണ്ട്. വ്യൂ ഇപ്പം എന്താ പറയുക, വ്യൂ ഫുള്ള് കോടയായതുകൊണ്ട് എന്നാലും നല്ല വ്യൂ ആണ്. നമ്മൾ കുറ്റ്യാടിച്ചുരത്തിൻ്റെ ഒക്കെ ഒരു വ്യൂ ആണ് കേട്ടോ ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഒരു 10-20 സെൻറ്റ് 30 സെൻറ്റൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മൾ ഈ വീഡിയോ കണ്ടാൽ മതി. നല്ല ലാൻഡാണ്. ഇതൊക്കെ ടാർ ചെയ്ത് തരും. വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ഈ ഒരു പോർഷൻ. നല്ല തേയിലേൻ്റെ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല തേയിലേൻ്റെ ലോങ് വ്യൂ ആണ്. സൂപ്പർ വ്യൂ ആട്ടോ. പിന്നെ ക്ലൈമറ്റ് പറയാനില്ല, എപ്പോഴും ഈ ഒരു അവസ്ഥയായിരിക്കും ഇവിടെ. ഫുള്ള് കോട കാര്യങ്ങൾ. പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ. ഈ ഭാഗത്ത് ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊന്നുമില്ല. അതും പറയണമല്ലോ പറയുമ്പോൾ. കാരണം വലിയൊരു കുന്നല്ല നമ്മൾ നിൽക്കുന്നത്. ഇതിവിടെ ഇത് കഴിഞ്ഞാൽ പിന്നെ ലെവലാണ്. ഏതാണ്ട് അവിടെ നിന്ന് അപ്പുറത്തെ സൈഡാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെയാണ്. ബാക്കി ഞാനിപ്പോൾ പറഞ്ഞുതരാം. കുറച്ച് ഇങ്ങോട്ട് കയറി വെക്കാം. ഈ ഭാഗത്ത് നല്ല വ്യൂ ഉണ്ട്. ഇപ്പോൾ കോടയൊന്നും ഒഴിവായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വ്യൂ കേട്ടോ, ഫുള്ള് ലോങ് വ്യൂ ആണ്. ഇതൊക്കെ ഇതിൽ വരുന്ന ഏരിയ കേട്ടോ. ഇതൊക്കെ നമ്മളെ ലാൻഡിൽ കൊടുക്കാനുള്ളതിൽ വരുന്ന ഭാഗമാണ്.
ഈ താഴെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോട ഇങ്ങനെ കയറി വരികയാണ്, അതിൻ്റെ ഒരു വ്യൂ ആണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ നല്ല ഓപ്പൺ വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല വ്യൂ ആണ്. ഒന്നാമത്തെ നമ്മൾ കുറ്റ്യാടി ചുരത്തിൻ്റെ ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ നമുക്ക് എന്തായാലും ഇവിടുന്ന് കിട്ടും. നമ്മളെ ലാൻഡ് കഴിഞ്ഞാൽ പിന്നെ ചുരം സ്റ്റാർട്ട് ചെയ്യായി. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് റിസോർട്ടൊക്കെ ഉള്ള ഒരു ഭാഗമാട്ടോ അത്. നമുക്ക് ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഇത് നമ്മൾ കയറി വന്ന കോൺക്രീറ്റ് റോഡാണ് ഫ്രണ്ടിൽ കാണുന്നത്. ഈ കോൺക്രീറ്റ് റോഡ് മുന്നോട്ടുണ്ട് കേട്ടോ. ലാൻഡ് നമ്മളിപ്പോൾ ഈ കയറി പോകുന്ന ഇതിൽ വരുന്ന ലാൻഡാണ്. ഈ ഒരു പോർഷനൊക്കെ ഇതിൽ വരുന്ന കേട്ടോ. ഈ ലെവലുള്ള ലാൻഡൊക്കെ ഇതിൽ വരുന്നതാണ്. ഇതിന്റെ നേരെ താഴെയാണ് നമ്മളെ ഹൈവേ വരുന്നത് കേട്ടോ. ഇത് നേരെ താഴെ ഹൈവേ ആണ്. ഞാൻ ഈ സൂം ചെയ്യുന്ന ഹൈവേ ആണ്. ഹൈവേൻ്റെ മേലെ കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഭയങ്കര വ്യൂ ആണ്. ആദ്യം ഒരു ക്രഷർ ഉണ്ടായിരുന്നു, അത് പൂട്ടിപ്പോയതാണ്. അപ്പോൾ ആ ക്രഷർ, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ലാൻഡ് എല്ലാം കൂടെ ഒരു 5-10 ഏക്കർ ഉണ്ട് കേട്ടോ ഈ സാധനം. അപ്പോൾ ഈ കുറ്റ്യാടി തലശ്ശേരി ഭാഗത്തുള്ളവർക്കൊക്കെ ഈ ഒരു ഭാഗം അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു ഏരിയ ആണ്. കാരണം അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ്. നല്ല ക്ലൈമറ്റാണ്, നല്ല വ്യൂ ഉള്ള ഏരിയ ആണ്. എന്നാൽ വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഏരിയ ആണ്. ഇതൊക്കെ ഇതിൽ വരുന്ന കേട്ടോ. ഈ മരങ്ങൾ നിൽക്കുന്ന ഏരിയകൾ കംപ്ലീറ്റ് ഇതിൽ വരുന്നതാണ്. വ്യൂ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല, കാരണം കോടയാണ്. മേലോട്ടൊക്കെ നല്ല മലേൻ്റെ വ്യൂ ഉണ്ട്. പിന്നെ തൊട്ട് താഴെ ഹൈവേ ആണ്. ഇതിൻ്റെ ഹൈവേയിലുള്ള 1-2 പ്ലോട്ടും കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ കയറി വരുമ്പോൾ, ഞാൻ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ഹൈവേന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. നമ്മൾ ഈ മൺ റോഡ് മേലോട്ടാണ് നമ്മൾ കയറിയേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കയറിയ ഭാഗം കേട്ടോ. ലാൻഡ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മട്ടിലയം കേട്ടോ. മട്ടിലയം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അടുത്ത് കുറ്റ്യാടി ടൗൺ കേട്ടോ. ഏറ്റവും അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 19 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുറ്റ്യാടി ടൗൺ എത്തി. 23 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാനന്തവാടി എത്തി. നമ്മളെ കുറ്റ്യാടി മാനന്തവാടി നമ്മളെ മെയിൻ ഹൈവേൻ്റെ ഫ്രണ്ടേജ് ലാൻഡ് വരുന്നുണ്ട്. അതിൻ്റെ വില ഞാൻ നിങ്ങൾ വിളിക്കുമ്പോൾ പറഞ്ഞുതരാം. ഫ്രണ്ടേജ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഫുള്ള് റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ഉള്ള ഏരിയ കേട്ടോ. ഈ വഴിക്ക് വരുന്നവർക്ക് നന്നായിട്ടറിയാം. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മുതലാണ്. ഇത് ബാക്കി മുറിച്ച് കൊടുക്കുന്നത് ആവറേജ് ഒരു 1.5 ലക്ഷം രൂപ സെൻറ്റിന് കാണേണ്ടി വരും. കാരണം ഹൈവേ ആണ്. ഹൈവേന്ന് ഒരു 50 മീറ്റർ പോലും കയറാനില്ല. ഹൈവേന്ന് ആക്സസ് ആണ്. പിന്നെ ഈ റോഡുകൾ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ടാർ ചെയ്ത് എല്ലാ പ്ലോട്ടിലേക്കും ടാറിങ് എത്തുന്ന രീതിയിൽ വരും. 10 സെൻറ്റ് മുതലുള്ള വില കേട്ടോ ഞാൻ പറഞ്ഞത്. കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നെഗോഷ്യബിളാണ്. അതായത് 10 സെൻറ്റിൻ്റെ വില ആയിരിക്കില്ല ഒരു ഏക്കറൊക്കെ എടുക്കുമ്പം. അപ്പം അങ്ങനെയുള്ളൊരു ഏരിയ ആണ്. നല്ല ഏരിയ ആണ്, സൂപ്പർ ഏരിയ ആണ്. ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഫുള്ള് തണുപ്പ്, കോട, ആ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, വേഗം വിളിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ടോട്ടൽ ഒരു 10 ഏക്കറുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് മുറിച്ച് പീസാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. കയറി വന്നപ്പോൾ ചിലപ്പം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല.
നമ്മൾ ആ ഫ്രണ്ട് കാണുന്ന പോർഷനൊക്കെ ഇതിൽ വരുന്ന കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു ക്രഷറിൻ്റെ ഭാഗങ്ങളാണ്. ക്രഷറാട്ടോ, കോറിയല്ല, ക്രഷറാണ്. ആ ക്രഷർ ക്ലോസ്ഡ് ആണ്. നേരെ നമ്മൾ ഹൈവേയിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പം എൻ്റെ ലെഫ്റ്റ് കാണുന്നൊക്കെ ഇതിൽ വരുന്ന കേട്ടോ. റൈറ്റ് ഒരു വീടുണ്ട്, അത് വരുന്നില്ല. ഈ ലെഫ്റ്റ് കാണുന്നൊക്കെ ഇതിൽ വരുന്ന കേട്ടോ. നേരെ ഫ്രണ്ടിൽ ഹൈവേ ആണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ റോഡ് പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ഹൈവേയിലേക്ക് എൻ്റർ ചെയ്തു. ഹൈവേയിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഇതിപ്പോൾ നമ്മൾ മാനന്തവാടി സൈഡിലോട്ടാണ് തിരിയുന്നത്. ഈ ഒരു ലെഫ്റ്റ്, ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ഇതിൽ വരുന്ന കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട്. ഇത് ഒരു 80-90 മീറ്ററോളം ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു റോഡ് ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. ഏതാണ്ട് ഇവിടം വരെ വരുന്നുണ്ട്, ഇവിടം വരെ വരുന്നുണ്ട്. കുറച്ച് അങ്ങോട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക.